ബ്ലോഗ്സുമായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ബ്ലോഗ്സ് റൂട്ടിൻ്റെ എപ്പിസോഡായിട്ട്. ഇത് ബ്ലോഗ്സ് റൂട്ടിൻ്റെ എപ്പിസോഡ് 4 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജംഗിളിൽ വെച്ചായിരുന്നു തോന്നുന്നു നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. പക്ഷേ ഞാൻ ജംഗിളിൽ പോയിട്ട് കുറച്ച് ആൾക്കാരുടെ അടുത്ത് പ്ലീസ് ഫ്രൂട്ടൊക്കെ ചോദിച്ച് ഒരു സാൻഡ് ഫ്രൂട്ട് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റോൾ ചെയ്തപ്പോൾ എനിക്കൊരു ഈഗിൾ ഫ്രൂട്ടും കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് കുറച്ച് ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്തായിരുന്നു. അതാണ് ഈ 81 ലെവലിലുള്ളത്. പിന്നെ നമ്മൾ ഈഗിൾ ഫ്രൂട്ടിൻ്റെ മാസ്റ്ററി നമ്മൾ 18 ആക്കിയിട്ടുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറേ ദിവസമായി ഒന്ന് വീഡിയോ ഒക്കെ ഇടാൻ തോന്നുന്നില്ല, മടിയാണ്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ഗോളെന്ന് പറയുന്നത്, നമ്മൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ വലിയ ഗോളൊന്നും ഇല്ലായിരുന്നു. അതായത് വെറുതെ ഡെവലപ്പ് ചെയ്ത് പോകാൻ വേറെ ഒരു കണ്ടൻറ്റും ഇല്ല. ഈ വീഡിയോയിൽ കണ്ടൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ കുറേ ദിവസമായി വീഡിയോ ഒട്ടിച്ചൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അതിന് മാത്രം എഡിറ്റൊന്നുമില്ല, എന്നാലും എനിക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ അങ്ങനെ മടി പിടിച്ചൊക്കെയാണ്. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും 99 നൈറ്റ്സ് ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോ വരുന്നത്. എപ്പോഴും ഇങ്ങനെ ബ്ലോഗ്സ് റൂട്ട് കളിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ ക്വസ്റ്റ്യൻ എടുത്തത് വേറെ, കൊന്നത് ആൾക്കാരെ വേറെ. എന്താണ് ഞാൻ ഇങ്ങനെ എന്ത് പൊട്ടലാണ്. ഡെസേർട്ട് ഓഫീസേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ ഡെസേർട്ട് ബാനിച്ച് അടിക്കുന്നു. ഇനി തൊട്ട് വീഡിയോ ഒന്നും അധികം ഉണ്ടാവില്ല. കാരണം ഇനി എന്താ പറയുക, സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. പിന്നെ എനിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ നേരത്തെ നമ്മൾ കഴിച്ചത് ബ്ലേഡാണെന്ന് തോന്നുന്നത്. അപ്പോൾ അമ്മമാർ സോഡ യൂസ് ചെയ്യുന്നത് കൊണ്ട് അമ്മമാർക്ക് നമ്മൾ അടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പം എന്താ പറയുക, ഈഗിൾ ഫ്രൂട്ടാണ് കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമ്മമാർക്ക് ഇപ്പം നമ്മൾ അടിക്കാൻ പറ്റും. അത് ഇച്ചിരി ലോ അഡ്വാൻറ്റേജ് ആണ്, എന്നാലും നമുക്ക് M1 ഉണ്ട്, പിന്നെ നല്ലൊരു ഡാമേജും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് നല്ലതാണ്. ചാറ്റ്സിലൊക്കെ നമുക്ക് കുറേ ചാറ്റ്സ് ഉണ്ട്. പറയാൻ പറഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. സപ്പോർട്ട് ചെയ്യുക. വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കാണുന്ന തന്നെ കുറച്ച് ആൾക്കാരാണ്, അവർ ലൈക്ക് ചെയ്യുന്നൊന്നുമില്ല, പിന്നെ സബ്സ്ക്രൈബ് അടിക്കുന്നുമില്ല. നമുക്ക് ഇനി എന്താ പറയുക, നമുക്ക് 7 ലെവലും കൂടി മതി. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം, ഫ്രോസൺ ഐലൻഡിലോട്ട് പോവാം. നമുക്ക് അതിന് മുന്നേ കുറച്ച് പൈസ ആക്കിയിട്ട് നമുക്ക് എബിലിറ്റീസൊക്കെ വാങ്ങണം. അതായത് എയർ ജമ്പ്, ഓറ, പിന്നെ ഫ്ലാഷ് സ്റ്റെപ്പ് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്കും അത്ര പൈസ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, തികയൂല ഗൈസ്. നമ്മൾ റോൾ ചെയ്യുന്നതിൻ്റെ ഒരു ക്ഷാമമായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ കുറേ പൈസ കൂട്ടി വെച്ചിട്ട് നമുക്ക് കുറേ പൈസ കൂട്ടി വെക്കണം. നമുക്കൊരു ഇപ്പം എന്താ പറയുക, 1,02,00,000 രൂപ കൂട്ടി വെക്കേണ്ടി വരും. കാരണം എപ്പോഴെങ്കിലൊക്കെ സ്റ്റോക്കിൽ ബുദ്ധ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് പൈസ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത്രയ്ക്കും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് വാങ്ങാം ഗൈസ്.
6,50,000 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വാങ്ങാൻ പറ്റും സ്റ്റോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമുക്ക് ലക്ക് ഉണ്ടായിട്ട് നമുക്ക് വല്ല എപ്പോഴെങ്കിലുമൊക്കെ റോൾ ചെയ്യുമ്പോൾ ഒരു ലൈറ്റോ ബുദ്ധയോ അല്ലെങ്കിൽ ഒരു പോർട്ടലോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ തരത്തില്ല, അതാണ് ഉപകാരി. ഷൂട്ട് മൊത്തം തട്ടിപ്പാണ്, മൊത്തം തട്ടിപ്പാണ്. ഓക്കെ 84 ലെവലായിട്ടുണ്ട് ഗൈസ്. അവിടെ വേറെ ഒരുത്തം വന്നിരിക്കുന്നു. ആരാതെ പക്ഷേ ഏതോ പ്രോ പ്ലെയറാന്ന് തോന്നുന്നേ. അല്ലോ ടീറക്സോ ഗൈസ്. സെക്കൻഡ് സി പ്ലെയറാണ് ഗൈസ്. അല്ല സെക്കൻഡ് സി തേർഡ് സി ആണെന്ന് തോന്നുന്നു. കണ്ടില്ല ഗൈസ്, അവനുണ്ടോ ട്രൂട്ടർ പൊക്കട്ടാനാ അയ്യാ ഗൈസ്. മറ്റേ കോസ്റ്റ്യൂം ഗൈസ്, പിന്നെ മറ്റേ കാട്ടക്കൂറിൻ്റെ ഇതൊക്കെ ഉണ്ട്, എൻ്റെ സ്കാഫ്. ആ സായിക്ക് എന്താ പറയാൻ എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ ഉമ്മാരടിക്കണേ, ഞാൻ എന്താ കാട്ടണേ, തലക്കെന്തോ സുഖമില്ലെന്ന് തോന്നുന്നു. അയ്യോ വേഗെടുക്ക് ചാവല്ലേ. നമുക്ക് തൽക്കാലത്തേക്ക് ഉമ്മാരടിച്ചട്ടെ, നമുക്ക് ഉമ്മാരടിച്ചിട്ട് പോവാം. എവിടെ വേറെ ഇട്ടുണ്ടല്ലോ, എന്തോ ഇവിടെ വിളിച്ചിരിക്കണേ, സാറ്റ് വിളിച്ചിരുന്നത്. ഓക്കെ, നമുക്കിനി 5 മാസം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിളിക്ക് അൺലോക്ക് ആവുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ അക്കൗണ്ടിലൊക്കെ ഞാൻ ലീഗിൾ ഫുൾ മാസ്റ്റർ ചെയ്തതാണ്. ഫുൾ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 600 മാസ്റ്ററി അല്ല, ഒരു ഫ്ലൈറ്റ് വരെ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് മൊത്തത്തിൽ മാക്സ് മാസ്റ്ററി ആക്കി നല്ലതാണ് പറഞ്ഞത്, അത് തെറ്റിദ്ധരിക്കരുത്. അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് ഓൻ ഉമ്മാരടിച്ചിട്ട് അങ്ങോട്ടേക്ക് ആദർശിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അമ്മാരെ കൊന്നിട്ട് ഓൻ എന്ത് കിട്ടാനാടേ? ഓ ഗൈസ്, നമുക്ക് ആ ഫ്യൂറി മീറ്റർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫ്യൂറി മീറ്റർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണി വാളും. 85 ലെവലൊക്കെ ഉണ്ടെങ്കിൽ 5 ലെവലും കൂടി. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 90 ലെവലായിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 90 ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐലൻഡിലോട്ട് പോവാം. ഇനി അടുത്ത ഐലൻഡ് നമ്മൾ ഫ്രോസൺ വില്ലേജാണ്. നമ്മൾ ഫ്രോസൺ വില്ലേജിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു $300 ഒരു കപ്പൽ വാങ്ങിക്കാം. അയ്യോ ഗൈസ്, എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് എന്തായാലും കുറച്ച് എബിലിറ്റീസൊക്കെ വാങ്ങാനുണ്ട്, ലൈക്ക് എയർ ജമ്പ്, പിന്നെ ഓറ, അതൊക്കെ നമുക്ക് വാങ്ങാനുണ്ട്. നമ്മൾ ഈഗിൾ ഫ്രൂട്ടിൻ്റെ നമ്മൾ സെക്കൻഡ് എബിലിറ്റി അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ വേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ അടിക്കാൻ പറ്റൂ. കുറേ ആൾക്കാർ യൂസ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും ബിഗിനേഴ്സിനോട് വെറുതെ കാണിച്ചു തരാനായിട്ട് ഒരാവശ്യമില്ല എനിക്ക് കാണിച്ചു തരണ്ടേ, എന്നാലും വെറുതെ മനസ്സുഖത്തിന് വേണ്ടി. ഒരാൾക്കാർ എന്തൊക്കെ ചാറ്റ് പറയുന്നുണ്ട്.
ഒരു റോക്കറ്റ് ബൂട്ടിന് വരെ നമ്മൾ 50 റോബക്സ് വേണം പെർമനൻ്റ്. എന്തുവാടി ഇതൊക്കെ? ഇതെന്തത് പറക്കാൻ പറയുമ്പോൾ എയർ ജമ്പ് വലിയ വിളക്കാം. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് എയർ ജമ്പ് വേണം. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞുതരാം. നമ്മളെ ഫ്രോസൺ വില്ലേജ് ഈ ഒരു ഗുഹയിലാണ് നമ്മളെ സിൽവർ റെയിലേക്കുള്ളത്. സിൽവർ റെയിലേക്ക് ആരാണ് നമ്മളെ വൺ പീസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. കോള് വന്നതാണ്. അപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക, ഒരു റെക്കോർഡിങ് സ്റ്റോപ്പാക്കിയിട്ട് ഇതാണ് കോളെടുത്ത്. അതാണ് നമ്മൾ ചെറുതായിട്ട് ഒരു സ്റ്റക്കായത്. കണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലോട്ട് വരാം. നമ്മൾ ഫ്രോസൺ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെ ഇതിലിപ്പോൾ ഓറയുണ്ട്. പിന്നെ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ തുള്ളി പറക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.